വെള്ളക്കടല വെച്ചിട്ടേ നമുക്ക് വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് കഴിക്കാനോ ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള കടല നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും അത് മുങ്ങിക്കിടക്കാൻ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് ആ ഒരു വെള്ളത്തിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി വേറൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കടല ആ ഒരു വെള്ളത്തോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് ഇതിലെ വെള്ളമൊക്കെ ഫുള്ളായിട്ടൊന്ന് വറ്റി കിട്ടുന്നത് വരെ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐറ്റം റെഡി. അപ്പോൾ ഇനി മുതലേ സാധാരണ നമ്മൾ വെള്ളക്കടലൊക്കെ കറി വെച്ച് മാത്രം കഴിക്കുന്നതിന് പകരമായിട്ട് ഇടയ്ക്കെങ്കിലും ഇതേ രീതിയിലൊന്ന് റോസ്റ്റ് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു സവാള കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സവാളയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ.